ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രസീൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. പക്ഷേ ആരാധകർക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ താരമായ റാഫീഞ്ഞയ്ക്ക് ആദ്യ പകുതിയിൽ കളം വിടേണ്ടി വന്നിരുന്നു. പരിക്ക് കാരണമാണ് റാഫീഞ്ഞയ്ക്ക് പുറത്ത് പോകേണ്ടി വന്നിട്ടുള്ളത്. പകരം റയാനെ ആഞ്ചലോട്ടി കളിക്കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഏതായാലും റാഫീഞ്ഞയുടെ പരിക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2 മാസങ്ങൾക്ക് മുൻപ് റാഫീഞ്ഞയ്ക്ക് ഇതേ രൂപത്തിലുള്ള ഒരു പരിക്ക് പിടികൂടിയിരുന്നു. ഹാംസ്ട്രിങ് ടിയർ ഇഞ്ചുറി ആയിരുന്നു. തുടർന്ന് 5 ആഴ്ചയോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ആ ഒരു പരിക്ക് തന്നെയാണ് ഇപ്പോഴും റാഫീഞ്ഞയെ അലട്ടുന്നത് എന്നാണ്. അതായത് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അലട്ടുന്നത്. ഇനി എത്ര കാലം റാഫീഞ്ഞ പുറത്തിരിക്കേണ്ടി വരും, അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് കൃത്യമായ വിവരം നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതായത് ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണെങ്കിൽ കുറഞ്ഞ ദിവസം പുറത്തിരുന്നാൽ മതിയാകും. 3 ദിവസം മുതൽ 5 ദിവസത്തിനുള്ളിൽ ആ പരിക്കിൽ നിന്ന് മുക്തനാവാൻ റാഫീഞ്ഞയ്ക്ക് കഴിയും. ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണെങ്കിൽ പേടിക്കേണ്ടതില്ല. പക്ഷേ മസിൽ ടിയർ ആണെങ്കിലാണ് പ്രശ്നം. അതായത് ഗ്രേഡ് 1 മസിൽ ടിയർ ആണെങ്കിൽ 10 ദിവസം മുതൽ 14 ദിവസം വരെ റാഫീഞ്ഞ പുറത്തിരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഗ്രേഡ് 2 ആണെങ്കിൽ അഥവാ പരിക്ക് ഗുരുതരമാണെങ്കിൽ 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ 2 മാസങ്ങൾക്ക് മുൻപ് ഇതേ പരിക്ക് റാഫീഞ്ഞയെ അലട്ടിയിരുന്നു. ഏകദേശം 5 ആഴ്ചയോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. അതേ പരിക്കാണെങ്കിൽ കുറച്ചു കാലം റാഫീഞ്ഞ പുറത്തിരിക്കേണ്ടി വരും. വേൾഡ് കപ്പിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്താകും എന്നുള്ളതാണ്. ഏതായാലും ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധനയുടെ റിസൾട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്ക് പരിക്കിന്റെ ആഴം വ്യക്തമാവുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.